ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, നമ്മുടെ ഹോസ്പിറ്റലിലെ സ്കോപ്പ് ഓഫ് സർവീസസ് വ്യക്തമായി ഡിഫൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. സ്കോപ്പ് ഓഫ് ദ ക്ലിനിക്കൽ സർവീസസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് എന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയ സ്റ്റാർ കാണാൻ പറ്റും. അങ്ങനെ സ്റ്റാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആശുപത്രി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സർവീസസിനും ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ ഫെസിലിറ്റീസാണ് എന്നത് ഡോക്യുമെൻ്റ് ചെയ്യുകയും നമുക്ക് ആ ഒരു സ്പെഷ്യാലിറ്റിയിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു വൈഡ് ആസ്പെക്റ്റിൽ കോമൺ ആയിട്ട് വരുന്ന ചില സർവീസസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് നോളജ് പേഴ്സൺ ഇല്ലായിരിക്കും. അത് ആ സർവീസ് ഇല്ല എന്നും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇത് നമ്മുടെ സ്റ്റാഫിന് വ്യക്തമായ നോളജ് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറയാനുള്ള സാധ്യത ഇല്ലാതാക്കലാണ്. വ്യക്തമായ ധാരണയോടുകൂടി നമ്മുടെ സ്റ്റാഫുകൾക്ക് പറയാൻ കഴിയത്തക്ക വിധത്തിൽ ഷെയർഡ് ഡോക്യുമെൻ്റ് എന്ന് നമുക്ക് വരാൻ പോകുന്ന ചില ഒബ്ജക്റ്റീവ് എലമെൻസിൽ ഇതിനെ വിശദമായി പഠിക്കാനുമുണ്ട്. സോ കൃത്യമായി ഇത്രയാണ് ഈച്ച് ആൻഡ് എവരി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസസ് അത് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെയോ നമ്മുടെ ബ്രോഷറുകളിൽ കൂടെയോ നമ്മുടെ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ കൂടെയോ. ഇപ്പോൾ ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. കാരണം ഒരു പെട്ടെന്നൊരു സമയത്ത് ഒരു സർവീസ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ അവിടെ പോയി അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയണ്ട. കാരണം നമ്മുടെ ഹോർഡിങ്സ് എന്ന് പറഞ്ഞത് മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ കൂടെ എപ്പോൾ വേണേലും നമുക്ക് എഡിറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും, പുതിയ ഒരു സർവീസ് വന്നാൽ ആ ദിവസം തന്നെ അത് മൈഗ്രേപ്സിൽ സിമ്പിളായിട്ട് ആ ടെസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാനും ഒരു ടെസ്റ്റ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ഡിസ്പ്ലേകളിലും ഈ സർവീസുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു AAC 1C നമ്മുടെ കൃത്യമായ ഡിഫൈൻഡ് ആയിട്ടുള്ള സർവീസസുകളുടെ സ്പെഷ്യാലിറ്റി വൈസോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് എംപ്ലോയീസ് അവെയർനെസ് ആക്കി പേഷ്യൻസിന് വിസിബിലിറ്റി ഉണ്ടാക്കണം. താങ്ക് യു.